കാട്ടിലെ രാജാവ് ആരാണെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും, അത് സിംഹമാണെന്ന്. എന്നാൽ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സിംഹങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? എന്തിനാണ് ഇവയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്? പുറത്തായ സിംഹത്തിൻ്റെ അവസാന നാളുകൾ എങ്ങനെയായിരിക്കും? സിംഹങ്ങളെന്ന് പറഞ്ഞാൽ സോഷ്യൽ ആനിമൽസാണ്. എന്ന് പറഞ്ഞാൽ സിംഹങ്ങൾ കൂട്ടത്തോടെ ജീവിക്കുന്ന ജീവികളാണ്. ഇവയുടെ ഈ കൂട്ടത്തെ പ്രൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രൈഡിൽ ഒരുപാട് പെൺസിംഹങ്ങളും ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇങ്ങനെ കൂട്ടമായി ജീവിക്കുന്നത് കൊണ്ട് ഇവയ്ക്കിടയിൽ ചില വിചിത്രമായ നിയമങ്ങൾ കൂടിയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുക എന്നത്. ഒരു സിംഹം വളർന്നു വരുന്നത് തൻ്റെ പ്രൈഡിനെ സംരക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ഒരു ദിവസം ഇതിനും പുറത്തു പോകേണ്ടി വരും എന്നതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. എന്നാൽ വയസ്സ് എന്ന് കഴിയുന്ന സിംഹത്തിനെ പുറത്താക്കുക എന്നത് വളരെ ദയനീയമാണ്. ഇനി ഇവയെ പുറത്താക്കുന്ന ആ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സിംഹങ്ങളെ ഇത്തരത്തിൽ പുറത്താക്കുന്നത്? ഒരു സിംഹക്കൂട്ടത്തിലെ തലവൻ എന്ന് പറയുന്നത് ആ കൂട്ടത്തിലെ ഭരിക്കുന്ന ആളാണ്. ഈ സിംഹത്തെ പുറത്തു നിന്നുള്ള സിംഹങ്ങൾ ആക്രമിച്ച് തോൽപ്പിച്ചാൽ തോറ്റ തലവൻ പുറത്തു പോകണം. പിന്നീട് ആ കൂട്ടത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. ഇത്തരത്തിൽ പുറത്തു പോകുന്നത് കൂടുതലും വയസ്സെന്ന സിംഹങ്ങളായിരിക്കും. കാരണം വർഷങ്ങളായി പ്രൈഡിനെ നയിച്ചു കൊണ്ടുവരുന്ന തലവനായിരിക്കും അവ. വർഷങ്ങൾ കൊണ്ട് പ്രൈഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ ആരോഗ്യം കാലക്രമേണ കുറഞ്ഞു വരും. ഈ സമയത്താണ് പുറത്തു നിന്നുള്ള സിംഹങ്ങൾ ഈ തലവനെ തോൽപ്പിക്കാൻ വരുന്നത്. പുറത്തു നിന്നുള്ള സിംഹങ്ങൾ ആ പ്രൈഡിനെ ആക്രമിച്ച് തലവനെ കീഴ്പ്പെടുത്തിയാൽ ആ തലവൻ പുറത്തു പോകണം. പിന്നീട് ആ പ്രൈഡ് ഭരിക്കുന്നത് പുറത്തു നിന്ന് വന്ന ആ സിംഹമായി. ഇനി പ്രൈഡിൽ തന്നെയുള്ള കുട്ടി സിംഹങ്ങൾ വളർന്ന് വലുതായാലും അതിന് തൻ്റെ തലവനെ വെല്ലുവിളിക്കാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ പ്രൈഡിൽ തന്നെ വളർന്നു വരുന്ന സിംഹങ്ങൾ തലവനെ തോൽപ്പിച്ചാൽ തലവൻ പുറത്തു പോകണം. ഇനിയൊരു പക്ഷേ യുദ്ധത്തിൽ തലവൻ ആ കുട്ടിസിംഹത്തെയാണ് തോൽപ്പിക്കുന്നതെങ്കിലോ കുട്ടിസിംഹം പ്രൈഡ് വിട്ടു പോകേണ്ടതാണ്. എന്നാൽ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ പുറത്തു പോയാലും മറ്റൊരു പ്രൈഡ് നിർമ്മിക്കാനോ മറ്റൊരു പ്രൈഡിനെ തോൽപ്പിക്കാനോ ഉള്ള ആരോഗ്യം അവകൾക്കുണ്ടായിരിക്കും. എന്നാൽ വയസ്സായ സിംഹങ്ങളെ അഥവാ കൂട്ടത്തിലെ പ്രായമുള്ള തലവനെ തോൽപ്പിച്ച് പുറത്താക്കിയാൽ പിന്നീടുള്ള അതിൻ്റെ ജീവിതം വളരെ ദയനീയമാണ്. പുറത്തുനിന്ന് ഇവയെ ആക്രമിക്കാനെത്തുന്ന പ്രായം കുറഞ്ഞ സിംഹമായതുകൊണ്ട് തലവൻ തോറ്റുപോകാറാണ് പതിവ്. അത്തരത്തിൽ തോറ്റു പുറത്താക്കപ്പെടുമ്പോൾ ഈ തലവന് ശരീരമാകെ മുറിവുകളും തളർച്ചയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വേട്ടയാടാനും സാധിക്കുകയില്ല. അങ്ങനെ ഇവ ആഴ്ചകളോളം പട്ടിണിയായി. അതുപോലെ സ്വന്തമായി വേട്ടയാടാൻ സാധിക്കാത്തത് കൊണ്ട് ഇവ മറ്റുള്ള ജീവികൾ വേട്ടയാടി പിടിച്ച മാംസം മോഷ്ടിക്കാനും ശ്രമിക്കും. ഇനി മറ്റുള്ള ജീവികളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹൈനകളും ചെന്നായ്കളുമാണ്. ഇവർ ഇത്തരത്തിൽ ഒരു സിംഹത്തെ കിട്ടിയാൽ വെറുതെ വിടുകയില്ല. അങ്ങനെയാകുമ്പോൾ ചെറിയ ഇരകളെ വേട്ടയാടി പിടിക്കുക എന്നാണ് അവയുടെ ഒരേ ഒരു മാർഗം. അത്തരത്തിൽ ഇവ വേട്ടയാടുന്ന ചെറിയ പന്നികളെയൊക്കെയാണ്. എന്നാൽ അതിന് പോലും സിംഹത്തിന് 6-7 മണിക്കൂർ വേണ്ടി വരും. അങ്ങനെ വേട്ടയാടാൻ കഴിയാതെ വരുമ്പോൾ ഭക്ഷണം കിട്ടാതെ ഈ സിംഹങ്ങൾ ആഴ്ചകളോളം കടന്ന് ചത്തുപോകാറാണ് പതിവ്. മാത്രമല്ല ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഭക്ഷണം തേടി നടക്കുമ്പോൾ പുറംകാടുകളിൽ ഇവ കൂട്ടാക്രമണവും നേരിടാറുണ്ട്. പണ്ട് പ്രൈഡിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള സംരക്ഷണം പിന്നീട് അതിന് കിട്ടുകയുമില്ല. ഏതായാലും വയസ്സായ സിംഹങ്ങളുടെ അവസാന നിമിഷങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി.